ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ പൊസിഷൻസ് ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല. ഓർഡർ ബുക്കും കൂടെ നോക്കിയാൽ ഇപ്പോൾ ഏകദേശം ഒരു 9:35 ആയിട്ടുണ്ട്. അപ്പോൾ ചിലവരെങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് നമ്മൾ കൺവിക്ഷൻ എടുക്കുന്നതെന്ന്. ഇത് ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ഇതിൽ മാർക്കറ്റ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ജസ്റ്റ് മേളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടാവും ഇപ്പം ഈ ഉണ്ടാവുന്ന ഗ്രീൻ ക്യാൻഡിലിനെയൊക്കെ വെച്ച്. സോ അവിടെ ബൈ എൻട്രി എടുത്തിരിക്കുന്ന എല്ലാവരുടെയും ഇങ്ങനെ മേളിലേക്ക് പോകുമെന്ന് വിചാരിച്ച് ഒരുപാട് പേര് ബൈ എൻട്രി എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഗ്യാപ്പ് അപ്പ് ആയിട്ടായിരുന്നു മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ആയത്. സോ മാർക്കറ്റ് ബുള്ളിഷാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും അവിടെ ഒരു ബൈ എൻട്രി എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഈ 2 പോയിൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ താഴത്ത് ഇവിടെയൊക്കെ ആയിരിക്കും. നമ്മൾ ഇവരുടെ സ്റ്റോപ്പ് ലോസിനെ ഹണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. സോ അങ്ങനെയാണ് നമ്മൾ സെൽ സൈഡ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ സെൽ സൈഡ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് മേളിൽ നിന്ന് താഴത്തോട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. ഇപ്പോൾ ഇതാണ് ഇപ്പം ഇന്നത്തെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്തുകൊണ്ട് സെൽ സൈഡ് നോക്കിയെന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ ക്യാൻഡിലിൻ്റെ ക്ലോസിന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലൈനും ഹൊറിസോണ്ടൽ ലൈനും ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പം വേണമെങ്കിൽ ഒരു ട്രേഡ് എടുക്കാം. ഇവിടുന്ന് എടുത്താൽ 78 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത്രയും മേൽ ജസ്റ്റ് ഒരു വിക്ക് വന്നാൽ കൂടെ നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. സോ 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ട്രേഡ് ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല. നമ്മളുടെ ഇച്ചിരിയും കൂടെ മേളിൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മേളിൽ കിട്ടിയാൽ ട്രേഡ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസും ചെറുതാവുന്നതാണ്. ഓർഡർ ബുക്ക് പൊസിഷൻസ് ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മളുടെ ഒരു ഏരിയ വന്നാൽ ട്രേഡ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഇന്ന് 1, 2, 3 4ാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈക്ക് മേളിലേ സ്റ്റോപ്പ് ലോസ് വരുള്ളൂ. അല്ലെങ്കിൽ ഏകദേശം അത്രയും വലിയൊരു വിക്കുള്ള ക്യാൻഡിലിൻ്റെ മേളിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടി വരും. സോ ഏതായാലും നോക്കേണ്ടി വരും ട്രേഡേഴ്സ്. ലോയും കൂടെ ചിലപ്പം മാർക്കറ്റ് ലോയെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു ട്രേഡ് എൻട്രി തരാനും ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ക്യാൻഡിലിൻ്റെ ലോയെയും മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ട്രേഡേഴ്സ്, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി വീഡിയോ ആയി പോകും. ട്രേഡേഴ്സ്, മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് പോയിൻ്റ് ഏകദേശം അല്ല, നമ്മുടെ ടാർഗറ്റ് പോയിൻ്റ് ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ ഹിറ്റായെന്നെ. ഓക്കെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എടുക്കാത്ത ട്രേഡിൽ നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമ്മളുടെ മോർണിംഗിൽ നമ്മളുടെ ഇന്നത്തെ സെറ്റപ്പ് വർക്ക് ചെയ്തു. ആരൊക്കെ ട്രേഡ് എടുത്തു, സെയിം സെറ്റപ്പിൽ ആർക്കൊക്കെ എൻട്രി കിട്ടി എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിപ്പം പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഞാൻ ട്രേഡുകളൊന്നും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ഏതായാലും വെയിറ്റ് ചെയ്ത് ട്രേഡ് വല്ല എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ട്രേഡേഴ്സ്, ഞാൻ മാർക്കറ്റിൽ ജസ്റ്റ് ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് ജസ്റ്റ് ഇപ്പോൾ എടുത്തേ ഉള്ളൂ. 277 നമ്മളുടെ എൻട്രി കിട്ടിയത്. ഒരു 3000 ലോസ് റണ്ണിങ് ആണ്. നമുക്ക് ആദ്യം സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. ഒരു 5000 ഒരു 78 പോയിൻറ്റ്സ് നമ്മൾ സാധാ എടുക്കുന്ന പോലെ തന്നെ ഒരു 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് നമ്മളിവിടെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 277.88 നമുക്ക് കിട്ടിയത്. അപ്പം 38 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം 260 റൺ ചെയ്യുന്നത്. അപ്പോൾ 240 38 പോയിൻറ്റ്സ് 241 ട്രിഗർ 41 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു മൊമെൻറ്റം എൻ്റെ ഒരു വ്യൂവും മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നതാണ്. പക്ഷേ ഇവിടെ താഴത്ത് സെല്ല് ചെയ്ത് വെച്ചിരുന്നവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് മേലിലുണ്ട്. അത് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒപ്പം മാർക്കറ്റിൻ്റെ കൂടെ അവർക്ക് പോയി അവരുടെ സ്റ്റോപ്പ് ലോസിനെ ഹണ്ട് ചെയ്യാം എന്നുള്ളൊരു ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്തത്. നോക്കാം, ഇല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രേഡാണ്. ഇനി ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു 5000+ ഒരു ലോസ്. പ്രോഫിറ്റ് ആവുകയാണെങ്കിൽ 7000 അല്ലെങ്കിൽ ഒരു 5000 ലോസും എടുത്ത് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. സോ ഇതെപ്പോഴും ഒരു പ്രോബാബിലിറ്റിയുടെ ഗെയിമാണ്. സോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല.
ചിലപ്പോൾ ഈ ട്രേഡിൽ ലോസ് ആയിരിക്കും, അടുത്ത ട്രേഡിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും. ഫസ്റ്റ് ട്രേഡ് ഇപ്പോൾ നമ്മൾ എടുത്തില്ല, ഫിയർ ഓഫ് ടേക്കിംഗ് റിസ്ക് എന്നാണ് അതിന് വലിയ വലിയ ട്രേഡേഴ്സൊക്കെ പറയും. നമ്മൾ ആ ഒരു പോയിന്റിൽ നമുക്ക് ഓക്കെ ആയിരുന്നു, പക്ഷേ എടുത്തില്ല. കാരണം ഞാൻ വിചാരിച്ച അവിടെ നിന്ന് ജസ്റ്റ് മേലിലേക്ക് വന്നിട്ട് എടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസും കുഴപ്പമില്ലാത്ത, ഞാൻ ഈ പ്രോഫിറ്റിനെക്കാളിലും കൂടുതൽ സ്റ്റോപ്പ് ലോസിനാണ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത്. അങ്ങനെ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഗ്രീനിൽ ഡേയ്സ് എൻഡ് ചെയ്യാൻ തുടങ്ങി. സോ എൻ്റെ റിക്വസ്റ്റാണ് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണം. കാരണം അങ്ങനെ വച്ചാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഇപ്പോൾ ഏതായാലും മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം ഒരു ലോസാണ് റൺ ചെയ്യുന്നത്. ഈ ഇപ്പം ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡലിൻ്റെ തൊട്ട് മുന്നിലത്തെ ക്യാൻഡലിൻ്റെ ലോയിൽ വെച്ചാലും മതിയായിരുന്നു. പക്ഷേ ഞാനൊരു ബഫർ പോയിൻ്റ് എന്നുള്ള രീതി കുറച്ച് താഴത്തോട്ട് കൊടുത്തതേ ഉള്ളൂ. നമ്മുടെ ലോസ് ലിമിറ്റ് വിട്ടും പോയിട്ടില്ല. അപ്പം ഏതായാലും ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഞാൻ മാർക്കറ്റിൽ നിന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓവറോൾ നമ്മളൊരു 5000+ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു.